ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കനേൻ ഡെസ്കർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ എല്ലാവരും വളരെ ആകാംക്ഷയായിട്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും. വേറൊന്നും കൊണ്ടല്ല, നമുക്കറിയാം നാട്ടിൽ നിന്ന് ആൾക്കാർക്ക് എത്രത്തോളം ഇമിഗ്രേഷൻ പുറത്തുനിന്ന് വരാനായിട്ട് താല്പര്യമുണ്ടെന്ന്. അപ്പോൾ എലക്ഷൻ എന്നുള്ളൊരു സംഭവം വലിയൊരു കടമ്പയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ട്. അപ്പോൾ എല്ലാവർക്കും വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഇവിടെയുള്ള ആൾക്കാർക്ക് വരെ നല്ല കൺഫ്യൂസ്ഡ് ആയിരുന്നു ആര് ജയിക്കും എന്നുള്ളത്. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസം മുമ്പ് വരെ, അല്ലെങ്കിൽ ഇവിടെ ഒരു 2-2.5 മാസം മുമ്പ് വരെ ഇവിടെ കൺസർവേറ്റീവ് ജയിക്കും എന്നുള്ളത് 110% ഉറപ്പായിരുന്നു. ഇവൻ ഞങ്ങൾ നാട്ടിൽ പോകുമ്പോൾ വരെ അങ്ങനെയായിരുന്നു ഇവിടുത്തെ സ്ഥിതി. കൺസർവേറ്റീവ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കൺസർവേറ്റീവ് ആയിട്ടുള്ള റൂൾസാണ് അല്ലെങ്കിൽ ലോ ആണ് അവർ കൊണ്ടുവരിക ഇമിഗ്രേഷൻ അടക്കം ഉള്ള കാര്യത്തിൽ. ലിബറൽസ് നേരെ ഓപ്പോസിറ്റാണ്. ഈ കാനഡയിൽ എപ്പോഴും ഇമിഗ്രേഷൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് ലിബറൽസാണ്. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയി തിരിച്ചു വന്നു. ശരിക്കും പറഞ്ഞാൽ എലക്ഷൻ ആകെ ഉൾട്ടാ മറിഞ്ഞെന്ന് പറഞ്ഞാൽ മതി. അതായത് വളരെയധികം മാറ്റം വന്നു. അത് കുറേ ആൾക്കാർ പറയുന്നത് ട്രംപ് കാരണമാണെന്നാണ്. ട്രംപിൻ്റെ റൈറ്റ് വിങ് അപ്രോച്ച് ഇവിടുത്തെ ആൾക്കാരെ കുറേ പേരെ പേടിപ്പെടുത്തി. ഇവിടെയും റൈറ്റ് ആയിട്ടുള്ള കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരാൾ വന്നാൽ ഇവിടെ വേറെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുമെന്നുള്ള പേടി കാരണം തിരിച്ച് വീണ്ടും. പിന്നെ അതുപോലെ തന്നെ ഒരു പുതിയ ഫേസും വന്നു. അതായത് പ്രൈം മിനിസ്റ്റർ ആയിട്ട് നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്കറിയാം ജസ്റ്റിൻ ട്രൂഡോ, എല്ലാവർക്കും അറിയാവുന്നൊരു ഫേസാണത്. അപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ ആയിരുന്നു നിന്നുകൊണ്ടിരുന്നത്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആൾക്കാരിപ്പോൾ കുറച്ച് ഡൗൺ ആയി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാനഡ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്കാർ ചിന്തിച്ച് വെച്ചേക്കുന്നത് നമുക്ക് തോന്നുന്നത്, അതായത് ഒരു എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇപ്പം നിൽക്കുന്ന കാനഡയുടെ ഒരു അവസ്ഥയെന്ന് കുറച്ച് ബെറ്ററായി കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കും ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ പുതിയ പ്രൈം മിനിസ്റ്ററിനെ ഇങ്ങനെ സെലക്ട് ചെയ്തത്. അതും ലിബറൽ പാർട്ടിയിലെ മാർക്ക് കാർണി എന്ന് പറഞ്ഞ പുള്ളിയാണ്. പുള്ളി പറഞ്ഞ പോലെ എക്കണോമിസ്റ്റ് ആയിരുന്നു പുള്ളി. അതായത് 2003 ഈ ബാങ്ക് ഓഫ് കാനഡയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് വർക്ക് ചെയ്താണ്. അതുപോലെ 2008 പുള്ളി ഗവർണറായിട്ടാണ് വർക്ക് ചെയ്തത്. അതെ. പിന്നെ അതിനുശേഷം പുള്ളി ഒരു 2012-13 ഒക്കെ ആയപ്പോഴേക്കും പുള്ളി ഇംഗ്ലണ്ടിലോട്ട് മൂവ് ചെയ്തു. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ ഗവർണറായിരുന്നു 2013-20 എന്നുള്ള ആ ഒരു പീരീഡിൽ. പിന്നെ അതിനുശേഷമാണ് പുള്ളി അവിടെ നിന്ന് പതുക്കെ കാനഡയിലോട്ട് ബ്രൂക്ക്ഫീൽഡ് അസറ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ കമ്പനിയിലെ ചെയർമാനായിട്ട് ഇവിടെ തിരിച്ചു വന്നു. ബേസിക്കലി ഞങ്ങൾ ഇതൊക്കെ പറയാനുള്ള കാരണം വെച്ചാൽ പുള്ളിയുടെ CV ആണ് പുള്ളിനെ ആൾക്കാരിൽ അട്രാക്ട് ചെയ്തത്. അതായത് പുള്ളി ഗവൺമെൻറ് ഓഫ് ബാങ്ക് ഓഫ് കാനഡയിലെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഒക്കെ ഗവർണറായിട്ട് ഇരുന്നുകൊണ്ട് ആൾക്കാർക്ക് ഇങ്ങനത്തെ ഒരു എക്കണോമിക് സിറ്റുവേഷനിൽ നല്ല ഒരാളായിട്ട് തോന്നി. പക്ഷേ ഇത് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. കാരണം പല ആൾക്കാർക്കും അറിയാം പുള്ളിയുടെ പല നയങ്ങളും അത് എന്താ പറയുക, ഒരു കൺട്രിയുടെ ഗ്രോത്തിനായിട്ടുള്ള ഇത്ര നാളായിട്ട് ക്രൈസിസ് മാനേജ്മെൻറ്റ് ചെയ്യണതിൽ പുള്ളി ഇരുന്നിട്ടുണ്ടെങ്കിൽ കൂടിയും പുള്ളിക്ക് അത്രയും നല്ലൊരു റെക്കോർഡ് ഇല്ലെന്നാണ് ശരിക്കും കാണിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ആൾക്കാർ എങ്കിൽ പോലും ഇപ്പോൾ നമ്മളാളും പറയുന്ന ഒരു കാര്യം, പുള്ളി ആ സമയത്തൊക്കെ ഒരു എക്കണോമിസ്റ്റ് ആയിട്ട് ഇരുന്നുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ പറഞ്ഞ പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും പുള്ളി ഇപ്പോൾ പറഞ്ഞാൽ പോലും അതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നില്ല. കാരണം ഗവൺമെൻറ് അത് അപ്രൂവ് ചെയ്താലൊക്കെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ പുള്ളിക്ക് ഈ പറഞ്ഞ റൈറ്റ് ടൈമാണ്. കാരണം പുള്ളി പ്രൈം മിനിസ്റ്റർ ആയിട്ട് തന്നെ കാനഡയുടെ വന്നേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഒരു എക്കണോമിസ്റ്റ് എന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നും അല്ല ഇരിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞാൽ ഇനിയൊരു നെക്സ്റ്റ് 4 ഇയേഴ്സിൽ നമുക്ക് അറിയാൻ പറ്റും. എന്തായാലും അധികം വൈകാതെ തന്നെ റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യും, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമിഗ്രേഷനാണ്. ഇമിഗ്രേഷൻ്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ലിബറൽസിൻ്റെ എന്താ പറയുക, നേരത്തെ ഉണ്ടായ അതേ അവസാന സമയത്തുണ്ടായിരുന്ന അതേ ഒരു കണ്ടിന്യൂവേഷൻ ചെയ്യാമെന്നാണ് മാർക്കാറിനെ പ്രസ് മീറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ബേസിക്കലി അവർ ആദ്യം നമുക്കറിയാം ഒരു 500,000 ആയിരുന്നു, അതായത് 500,000 ആണ് എല്ലാ വർഷവും ഇവിടെ PR കൊടുത്തുകൊണ്ടിരുന്നത്. വെച്ചാൽ അത് ഇനിയിപ്പോൾ അത് വെട്ടി കുറച്ചായിരുന്നു. ഓൾറെഡി ജസ്റ്റിൻ ട്രൂഡോയുടെ ലാസ്റ്റ് കുറച്ച് നാൾ മുമ്പ് ആയിരുന്നു അത് വെട്ടി കുറച്ച് 380 റേഞ്ചിലോട്ട് ആക്കിയായിരുന്നു. അപ്പോൾ പിന്നെ അത് തന്നെ അവർ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള പ്ലാനാണ്. എന്നിട്ട് അവർ നോക്കും അപ്പോൾ എങ്ങനെയാണ് സിറ്റുവേഷൻ അനുസരിച്ച്. പക്ഷേ കൺസർവേറ്റീവ് ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ 380 അല്ല, ഇത് 200-ഓ 150-ലോട്ടോ കുറച്ചാനേ. അപ്പോൾ ഇമിഗ്രേഷൻ എന്നുള്ളൊരു സൈഡ് മാത്രം ഞാൻ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇമിഗ്രേഷന് എന്താ പറയുക, വളരെ വലിയ ഹാപ്പി ന്യൂസ് ഒന്നുമല്ല. എന്നാലും പുള്ളി ആ ഒരു ബെറ്റർ ദാൻ എന്താ പറയുക ഈ കൺസർവേറ്റീവ് എന്നുള്ള രീതിയിൽ ഇമിഗ്രേഷൻ്റെ കാര്യത്തിൽ മാത്രം പറയുന്നത്. പിന്നെ പുള്ളി പറയുകയും ചെയ്തു ടെമ്പററി ഫോറിൻ വർക്കേഴ്സ് എന്നുള്ളൊരു കാറ്റഗറിയിൽ അത് 5% തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അത് നേരത്തെ ട്രൂഡോ ഉണ്ടായ സമയത്ത് അത്രയും പൊക്കത്തിലൊന്നും കൊണ്ടുപോയില്ല. ആ ഒരു 5% ഇവിടുത്തെ ഹൗസിങ്ങിൻ്റെ കപ്പാസിറ്റിയൊക്കെ വളരെ കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയറിന് ഇപ്പോൾ നമുക്കറിയാം നാട്ടിലെ പോലെ നാട്ടിൽ ഇപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണണമെങ്കിൽ നമുക്ക് ഇന്ന് കാണാം, അല്ലെങ്കിൽ നാളെ വേണമെങ്കിൽ ഓപ്പറേഷൻ നടത്താം, അല്ലെങ്കിൽ അതേ ആഴ്ചയിൽ ഓപ്പറേഷൻ നടത്താം. അപ്പോൾ UK-യും ഓസ്ട്രേലിയയും കാനഡയും അങ്ങനത്തെ ഉള്ള രാജ്യങ്ങൾ
ടെക്നോളജി വൈസ് ചിലപ്പോൾ ബെറ്റർ ആയിരിക്കാം, പക്ഷേ നമുക്ക് കറക്റ്റ് സമയത്ത് ഹെൽത്ത് കെയർ കിട്ടിയില്ലെങ്കിൽ ആൾക്കാർക്ക് പണി കിട്ടാം. അതിന് മെയിൻ കാരണം ഇതാണ്, ഇവരുടെ സിസ്റ്റത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ആൾക്കാർ വെയിറ്റ് ചെയ്തേ പറ്റൂ. 1 by 1 ചിലപ്പോൾ ഒരാൾ പോകുമ്പോഴേക്ക് 6 മണിക്കൂർ എടുക്കാം, ചിലപ്പോൾ 8 മണിക്കൂർ എടുക്കാം. അപ്പോൾ അതൊക്കെ ഇതാണ് കൺസർവേറ്റീവിൻ്റെ നയം കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു ഹെൽത്ത് കെയറിൻ്റെ കാര്യത്തിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് വന്ന് PR ഡ്രോയിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി നമ്മളെല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡ്രോ വന്നു കഴിയുമ്പോഴേക്കും അതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ വിളിക്കുന്നത് ഹെൽത്ത് കെയർ കാറ്റഗറിയിൽ നിന്നായിരിക്കും. അപ്പോൾ അവരുടെ പോയിന്റ്സ് എപ്പോഴും നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത് ഒരു 450 അല്ലെങ്കിൽ അതെ 440 റേഞ്ച്, അങ്ങനെ ഒരു റേഞ്ചിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഈ പ്രാവശ്യത്തെ ഡ്രോ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഞങ്ങളാണേലും അത്ഭുതപ്പെട്ടു പോയി. അതൊരു 520 പോയിന്റ്സ് വെച്ചാണ് വിളിച്ചത്. 520 അതെന്ന് വെച്ചാൽ ഹെൽത്ത് കെയറിന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വളരെ ആവശ്യമുള്ളതാണ്. പക്ഷേ ചിലപ്പോൾ ഇനി ആ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പോയിന്റ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ കാറ്റഗറി, ആ പൂൾ കാറ്റഗറിയിൽ അത്രയധികം ഹെൽത്ത് കെയറിന് ആൾക്കാർ ഹൈ ലെവൽ സ്കോറിംഗ് ഉള്ള ആൾക്കാർ വന്നിട്ടുണ്ടാവാം ചിലപ്പോൾ അത്ര പോയിന്റിന്. അല്ലെങ്കിൽ ആ വിളിച്ചേക്കുന്ന 500 പേരെ മാത്രമേ വിളിച്ചുള്ളൂ. ആ 500 പേരെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ 500, പല കാരണങ്ങളുണ്ടാവും. പക്ഷെ എന്തായാലും ഈ പറഞ്ഞ പോലെ ഹെൽത്ത് കെയറിന് ഇത്ര നാൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇന്നലെ വിളിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളും പറയണത്, നിങ്ങളെപ്പോഴും എന്താണ് ഫ്യൂച്ചറായിട്ട്, അതായത് ഫ്യൂച്ചറിൽ എന്ത് ഡിമാൻഡാണ് ഉള്ളത് ആ ഡിമാൻഡുള്ള ജോബ് നോക്കി വരണമെന്ന് പറയണത്. കാരണം അതിനനുസരിച്ചുള്ള ജോലിയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് PR കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് തിരിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷനും വരും. ഡെഫിനറ്റ്ലി ഹെൽത്ത് കെയറിന് ഒരിക്കലും PR കിട്ടാതെ പോകുന്നു ഞാൻ പേഴ്സണലി വിചാരിക്കുന്നില്ല. പിന്നെ ഇങ്ങനെ പോയിന്റ്സ് കാണുമ്പോൾ ഈ 510 എന്ന് പറഞ്ഞാൽ തന്നെ നാട്ടിൽ നിന്ന് പ്രത്യേകിച്ച് ഇവിടെ ഒന്ന് പഠിച്ചാൽ പോലും നല്ല IELTS സ്കോർ കിട്ടിയാൽ പോലും 2 കൊല്ലം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പോലും 510 ഒക്കെ അടിക്കാൻ നല്ല പാടാണ്. അപ്പോൾ CRS പോയിന്റ് അങ്ങനെ വെറുതെ കിട്ടുന്നൊരു കാര്യമല്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ ആദ്യമായിട്ട് മറ്റേ എഡ്യൂക്കേഷൻ്റെ ഡ്രോ ഓൾറെഡി കാറ്റഗറീസ് നേരത്തെ മെയിൻറ്റെയിൻ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഈ പറഞ്ഞ ഇതേവരെ PR വിളിച്ചിട്ടുണ്ടായിരുന്നില്ല, കാറ്റഗറിയിൽ ആ ഡ്രോ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അതും ഇതിൻ്റെ കൂടെ അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം വിളിച്ചായിരുന്നു. അത് ഈ പറഞ്ഞ 480 479 എന്നുള്ളൊരു പോയിന്റ്സിലാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ പല പല ഡ്രോസ് വരുന്നുണ്ട്, കുറച്ചും കൂടി ജനറൽ അല്ലാതെ ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ടേഷൻ, ഓരോരോ കാറ്റഗറി ബേസ് ചെയ്താൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവർ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും നമ്മൾ കുറച്ചുകൂടി റിസർച്ച് ചെയ്തൊക്കെ ഓരോ രാജ്യങ്ങളിലോട്ട്. പിന്നെ എന്തൊക്കെ ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഇമിഗ്രേഷൻ ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ അതെന്തായാലും നമുക്ക് ഒരു അടുത്തൊരു 1 മന്തിനുള്ളിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാരണം എന്തായാലും അവരുടെ പ്ലാൻസ് അവർ കൃത്യമായിട്ട് പറയും. ഇപ്പോൾ ജസ്റ്റ് ഒരു പ്രസ് മീറ്റ് മാത്രമേ പുള്ളി നടത്തിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒരു ഇങ്ങനെ ടച്ച് ചെയ്ത് പോയുള്ളൂ. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു ഇൻഫർമേഷൻ അവരുടെ ക്യാബിനറ്റ് എന്തായാലും ഇമിഗ്രേഷൻ്റെ പ്ലാൻസ് പറയും. എന്തായാലും എൻ്റെ ഒരു പേഴ്സണൽ എനിക്ക് തോട്ടാണെങ്കിൽ എന്തായാലും കൂട്ടാനായിട്ട് യാതൊരു സാധ്യതയില്ല. കാരണം ഇവിടെ നല്ല രീതിയിൽ ഇമിഗ്രേഷനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ട്. അതിപ്പോൾ കൺസർവേറ്റീവ് ആയിട്ട് ലിബറൽ ആയിക്കോട്ടെ, പക്ഷേ കൺസർവേറ്റീവിൻ്റെ അത്രയും കുറച്ചില്ലെന്ന് മാത്രം. ലിബറൽ ഇപ്പോൾ കൺസർവേറ്റീവ് ആണെങ്കിൽ ഇപ്പോൾ ഉള്ള ലിബറിന് നേരെ ഹാഫിലോട്ട് കുറഞ്ഞാൽ. അതിപ്പോൾ വേറെ ഒന്നും കൊണ്ടല്ല, ഈ പറഞ്ഞ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഹൗസിങ്, ഇതൊക്കെ തന്നെയാണ് പ്രോബ്ലംസ്. ഈ ഒരു ഇഷ്യൂ ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ എങ്ങനെയാ ചിലപ്പോൾ നേരത്തെ പോലെ തന്നെ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ചിലപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനോ അതിൽ നിന്ന് താഴെ പോകാനോ പല പല ഇതാണുള്ളത്, ചാൻസസ് ആണുള്ളത്. പക്ഷേ മാർക്ക് കാർണിയുടെ ഒരു വലിയൊരു ഡ്രീമായിട്ട് ഒരു സ്ഥലത്ത് ഒരു പോസ്റ്റ് ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് കണ്ടത്. അതായത് കാനഡ ബൈ ദ എൻഡ് ഓഫ് സെഞ്ചുറി, അതായത് ഈ ഇപ്പോൾ 2025 അല്ലേ, 2100 ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 2100 ആകുമ്പോഴേക്കും ഈ പറഞ്ഞ പോലെ 100 മില്യൺ പോപ്പുലേഷൻ ആക്കണമെന്ന് പറയും. ഇപ്പോൾ കാനഡയ്ക്ക് 40 മില്യനാണ്, ഇനി 60 മില്യൺ. സത്യം പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ ആയിട്ട് കറക്റ്റ് ഹൗസിംഗ് മാർക്കറ്റൊക്കെ ആയിട്ട് പക്കയായിട്ടാണ് പോകുന്നത്. ഒരുമാതിരിപ്പെട്ട് ചില സ്ഥലത്തൊക്കെ ഭയങ്കര, ഈവൻ ടൊറൻറ്റോ അങ്ങനത്തെ മെയിൻ സിറ്റീസിലൊക്കെ നല്ല ടൈറ്റാണ്. ഇത് വളരെ ആംബീഷ്യസ് ആയിട്ടും വളരെ ഒട്ടും ഇത് എത്രത്തോളം പുള്ളി പറയുന്നത് ഹ്യൂമൻസ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഉണ്ടെങ്കിൽ അത്രയും ഒരു കൺട്രിക്ക് ബൂസ്റ്റ് ആവുന്നതാണ്. പക്ഷേ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പയ്യെ ഉണ്ടായാൽ മാത്രമേ ആ കൺട്രിയുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും അവിടെയുള്ള ആൾക്കാർക്ക് ദുരിതമില്ലാതെയും അല്ലെങ്കിൽ ആ പട്ടിണി ഇല്ലാതെയൊക്കെ പോകാൻ പറ്റുള്ളൂ. ഒരു രാജ്യത്ത് ഇപ്പോൾ ഒരുപാട് ആൾക്കാരെ ഒറ്റയടിക്കാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ വരുന്ന ആൾക്കാരും ഒരു ഡ്രീമോടെ ആയിരിക്കും വരുന്നത്. അവർക്ക് ജോലി ഉണ്ടാവില്ല, വീടുണ്ടാവില്ല, ഇതേപോലെ വല്ലയിടത്തും പോയി പാർക്കിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കിടക്കേണ്ടി വരാം. അപ്പോൾ അങ്ങനത്തെ ഒരു റൂൾ ഇത് പറയുന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല, പക്ഷേ അത് ഒരുപാട് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യേണ്ട, അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടറിയാം എന്താണ് പുള്ളിയുടെ ഇമിഗ്രേഷൻ പ്ലാൻസ്, അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന ഈ ഇമിഗ്രേഷൻ ഫ്രോഡ്, എഡ്യൂക്കേഷൻ ഫ്രോഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളി അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. കാരണം ഇത്രയധികം ആൾക്കാർ വോട്ട് ചെയ്തതല്ലേ, വോട്ട് ചെയ്തിട്ടല്ലേ എന്തെങ്കിലും ഗുണം ഉണ്ടാവില്ല എന്ന് നമുക്ക് ഈ വരുന്ന മാസങ്ങളിൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ബേസിക്കലി ഈ വീഡിയോയിൽ പറയാനുള്ളത്. എന്തായാലും ഇമിഗ്രേഷന് കൺസർവേറ്റീവ് വരുന്നേക്കാളും കുറച്ചും കൂടി ബെറ്ററാണ് ലിബറൽസ് വന്നിരിക്കുന്ന ഒരു ന്യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ആ ഒരു രീതിയിൽ തന്നെയാണ് എന്തെങ്കിലും
കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡെഫിനറ്റ്ലി വീഡിയോയിൽ ഭാവിയിൽ പറയുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ചാനലും ഇതേപോലെ ഞങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഇവിടുത്തെ റിയാലിറ്റിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കാനും നിങ്ങൾക്ക് കേൾക്കാനും താല്പര്യമുണ്ടെങ്കിൽ, ഭാവിയിൽ വരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടത് ബേസിക്കലി ഒരു വീഡിയോന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ്സിൽ ഇടുവോ, അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇൻബോക്സിൽ ഈ പറഞ്ഞ പോലെ ആദ്യം വീഡിയോയിൽ എൻക്വയറി എന്ന് പറഞ്ഞ കമൻറ്റ് അടിച്ചിട്ട് ഞങ്ങളുടെ ഇൻബോക്സിലോട്ട് വരിക. ആൾക്കാർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് പല ആൾക്കാരും പറയുന്ന പോലെ കാനഡ അതാണ് ഇതാണെന്ന് പറയുമ്പോൾ പോലും കാനഡ ഇപ്പോഴും ഒരു ബെറ്റർ പ്ലേസ് ആണ്. ഗിവൺ അത് അതിൻ്റേതായിട്ടുള്ള റൈറ്റായിട്ടുള്ള ഒരു ഗ്രോ ചെയ്യാനുള്ള അവസരം കാനഡയ്ക്ക് കൊടുക്കണം. അത് കൊടുക്കണമെങ്കിൽ റൈറ്റായിട്ടുള്ള ലീഡർഷിപ്പ് തന്നെ, അല്ലാതെ ഇതിപ്പോൾ പൊട്ടൻ്റെ കയ്യിലൊരു പൂമാല കിട്ടിയ പോലെ അവസ്ഥ ഇത് പോകരുത്. കാരണം കാനഡയ്ക്ക് ഒരുപാട് നാച്ചുറൽ റിസോഴ്സസും ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മനസ്സിലൊന്ന് തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ അറബ് നേഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്താൽ മതി. ഏറ്റവും കൂടുതൽ അവർ പൈസ ഉണ്ടാക്കുന്നത് ഓയിലാണ്. കാനഡയ്ക്ക് ഓയിലിൻ്റെ ഇത് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാനഡ ഈസ് ദ വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയുക ഓയിലുള്ളൊരു രാജ്യമാണ്. അപ്പോൾ ലിഥിയം, അതേപോലെ പൊട്ടാഷ്, അതേപോലെ സ്റ്റീല്, പിന്നെ ലംബർ, അപ്പോൾ അങ്ങനെ പല നാച്ചുറൽ റിസോഴ്സ് ഉള്ളൊരു രാജ്യമാണ്. പക്ഷെ അത് റൈറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ മാത്രമേ അതിലുള്ള കാര്യമുള്ളൂ. അപ്പോൾ അതാണ് കാനഡയുടെ അവസ്ഥ ബേസിക്കലി. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. അൻടിൽ ദെൻ ബൈ. താങ്ക് യു.